Hello everyone and welcome to Mehars kitchen. ഇന്ന് നമുക്ക് അടിപൊളി പിസ്സ റെസിപ്പി നോക്കാം. ടൂന പിസ്സ വിത്ത് ഹോം മെയ്ഡ് ബേസ്. പിസ്സ ബേസ് വീട്ടിലുണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് നല്ല ഈ അടിപൊളി ടേസ്റ്റി പിസ്സ റെസിപ്പി നോക്കിയാലോ? മമ്മി കാണിച്ചു തരും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ അടിപൊളി പിസ്സ ഉണ്ടാക്കാനായിട്ട് ആദ്യം പിസ്സ ബേസ് ഉണ്ടാക്കാം. പിസ്സ ബേസ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തരിച്ചെടുത്തതാണ്. 3 കപ്പ് പിസ്സ ബേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് വെള്ളം ഇട്ട് കുഴച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് ലൂക്ക് വാം വാട്ടറാണ് എടുത്തിട്ടുള്ളത്, ഇളം ചൂടുള്ള വെള്ളം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്കി ആയ ഒരു ഡോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേബിൾ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഒരു 5-6 മിനിറ്റോളം ടൈം എടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇതിങ്ങനെ കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇത് കയ്യിൽ ഇങ്ങനെ ഒട്ടുന്നതാണ് ആദ്യമൊക്കെ, പക്ഷേ പിന്നെ നന്നായിട്ട് കുഴച്ച് വരുമ്പോഴേക്കും ഇത് ശരിയാവും. അപ്പോൾ കയ്യിലൊന്നും ഒട്ടാതെ ആവും. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡിയാണ്. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയ സോഫ്റ്റ് ഇല്ലാത്തൊരു ഡോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 3 കപ്പ് മൈദക്ക് 1 കപ്പ് വെള്ളം, അതാണ് ഇതിൻ്റെ പാകത്തിൻ്റെ അളവ്. അപ്പോൾ അതുപോലെ നന്നായിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ നല്ലൊരു ഡോ ആക്കി എടുക്കാം. ഇനി ഉണ്ടാക്കിയ ഡോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിനായിട്ട് ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ആ പാത്രത്തിൻ്റെ ചുറ്റും നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോ വെക്കാം. ഡോ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു റാപ്പറുണ്ട് ക്ലിങ് ഫിൽം കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് കവർ ചെയ്തിട്ട് 1.5 മണിക്കൂർ നമുക്കിത് നന്നായിട്ട് റെസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് റൈസായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആവണം. അപ്പോൾ 1.5 മണിക്കൂർ ശരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് റൈസ് ചെയ്ത് വരും. ഇനി നമുക്ക് പിസ്സ ബേസ് ഉണ്ടാക്കാൻ തുടങ്ങാം. പിസ്സ ബേസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. എത്ര പിസ്സ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ഉരുളകളാക്കിയെടുക്കാം. അപ്പോൾ ഈ ഡോ ആദ്യം നമുക്ക് ടേബിൾ ടോപ്പിലിട്ട് ജസ്റ്റ് ഇങ്ങനെ കുഴച്ചിട്ട് ഒന്നിങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമുക്ക് ശരിയാക്കിയെടുക്കാം. നീഡ് ചെയ്യാം. ശേഷം നമുക്ക് എത്ര പിസ്സയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. എത്ര പിസ്സയാണ് വേണ്ടത്, പിന്നെ നിങ്ങളെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടൊക്കെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഒരു ഡോ കയ്യിലെടുത്തിട്ട് നമുക്കിങ്ങനെ ബോൾസ് ആക്കിയെടുക്കാം. ഉള്ളിലേക്ക് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അത് വീണ്ടും ഒന്ന് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊരു ബോളാക്കി എടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ഡോവും നമുക്ക് ശരിയാക്കി ഒരു ബോളാക്കി എടുക്കാം. നന്നായിട്ടൊരു സോഫ്റ്റ് ബോളാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് ഒരു തുണി കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 5-8 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഇതൊരു 8 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ആദ്യം ഉരുളുണ്ടാക്കിയത് ബോളാക്കിയതാണ് നമ്മൾ ആദ്യം പരത്താൻ പോകുന്നത്. അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് മാവ് നമുക്ക് ടേബിൾ ടോപ്പിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മാവിൽ നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് പരത്താൻ തുടങ്ങാം. നന്നായിട്ടൊന്ന് നല്ല റൗണ്ട് ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം. അങ്ങനെ ഒരെണ്ണം പരത്തി കഴിഞ്ഞു. ഇത്ര പരത്തിയാൽ മതി. ഇത്ര നമുക്ക് വേണ്ടത്. നമ്മൾ പാനിനനുസരിച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനത്തെ ഒരു കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. അധികം കട്ടി കുറയാനും പാടില്ല, കൂടാനും പാടില്ല. എന്നിട്ട് നമുക്കൊരു ഫോക്ക് എടുത്തിട്ട് ഇതിലിങ്ങനെ കുത്തി കൊടുക്കാം. ഇങ്ങനെ ഹോൾസ് ആക്കിയെടുക്കാം, പ്രിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് അധികം പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, അധികം റൈസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ പ്രിക്ക് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും കുറേ ഹോൾസ് ഇങ്ങനെ ആക്കിയെടുക്കാം.
ശേഷം ഒരു പാൻ ചൂടാക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് സാധാ പേപ്പർ വെച്ചാലും മതി, കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നോർമൽ പാനിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം അപ്പോൾ ശരിയാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ പിസ്സ ബേസ് ചൂടാൻ. അപ്പോൾ ഇപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു പിസ്സ ബേസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ നന്നായിട്ട് അതിൽ ഹോളാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് 3 മിനിറ്റ് ഒരു സൈഡും പിന്നെ മറ്റേ തുറന്നിട്ട് ടേൺ ഓവർ ചെയ്തിട്ട് മറ്റേ സൈഡും 3 മിനിറ്റ് അങ്ങനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ 3 മിനിറ്റ് ഒരു സൈഡ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശരിയാക്കിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് മറ്റേ സൈഡും 3 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടിത് വെന്തിട്ടുണ്ട് ഒരു സൈഡ്. അപ്പോൾ ഇത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും 3 മിനിറ്റ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ 3 മിനിറ്റ് വെച്ചിട്ട് 2 സൈഡും വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പിസ്സ ബേസ് ഇവിടെ റെഡിയാണ്. നല്ല സോഫ്റ്റ് പിസ്സ ബേസായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ടിത് ഒന്ന് റൈസായിട്ടും വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പിസ്സ ബേസും ചുട്ടെടുക്കാം. നമ്മുടെ പിസ്സ ബേസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. നല്ല അടിപൊളി ഒറിജിനൽ പിസ്സ ബേസാണിത്. നല്ല ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലത്തെ, റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ പിസ്സ ബേസ് തന്നെയാണിത്. പിന്നെ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നല്ല ഈസിയായ റെസിപ്പിയാണ്. ഓവനിൻ്റെ ഒന്നും ആവശ്യമില്ല. പാനിൻ്റെ മുകളിൽ ഉണ്ടാക്കി വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാം. ടോപ്പിങ്സ് ഒക്കെ ഇട്ടിട്ട് പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ ടോപ്പിങ്സിന് വേണ്ടി ഇവിടെ നമ്മളിന്ന് ടൂണ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. ടൂണ ഫിഷിൻ്റെ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ടൂണ പിസ്സ നല്ല ടേസ്റ്റായ പിസ്സയാണ്. നമ്മൾ വിചാരിക്കും ഫിഷ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയ പിസ്സയാണ്. ഫിഷിൻ്റെ ചോയൊന്നും അറിയില്ല. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു 4 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് ഒന്ന് സോഫ്റ്റും ട്രാൻസ്ലൂസൻ്റ് ആവണ വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ചോപ്പിക്കണ ആവശ്യമില്ല, സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് സവാള വഴറ്റി കൊടുത്തു. സോഫ്റ്റ് ആയിട്ടുണ്ട്, ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ തീ മീഡിയം ടു ലോ ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികളിൽ നമ്മൾ ചേർക്കുന്നത് ആദ്യം മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റോളം നമുക്കിത് വഴറ്റിയെടുക്കാം. 1 മിനിറ്റോളം മസാലയും സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളി, ഒരു 3-4 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവണ വരെ നമുക്കിത് ഇളക്കി കൊണ്ട് വഴറ്റിയെടുക്കാം. ഇനി ഗ്യാസിൻ്റെ തീ മീഡിയമിലാക്കിയിട്ട് വേണം ഇത് ശരിയാക്കിയെടുക്കാൻ. അപ്പോൾ തക്കാളി നന്നായിട്ടും സോഫ്റ്റ് ആയിട്ടുണ്ട്, സ്മാഷ് ആയിട്ടുണ്ട്, നന്നായിട്ട് മസാലയൊക്കെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടൂണ ഫിഷ് ചേർത്ത് കൊടുക്കാം. ഒരു ടിൻ ടൂണ ഫിഷാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലുണ്ടായിരുന്ന വെള്ളവും എണ്ണയൊക്കെ നന്നായിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് അത് ഒക്കെ പുറത്താക്കി കളഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ടൂണ മാത്രം എടുത്തിട്ട് ടൂണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യാം. ടൂണയും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആവണ വരെ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൂണയും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് പിസ്സ അസംബിൾ ചെയ്യാം. പിസ്സയിലേക്ക് ടോപ്പിംഗ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ടോപ്പിങ്സിനായിട്ട് ഞങ്ങൾ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കുറച്ചിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയണം. ഇതുപോലെ സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് കളയാം. ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ചിട്ട് എടുക്കാം. ആവശ്യമുള്ളതനുസരിച്ചിട്ട് ക്യാരറ്റ് എടുക്കാം. നിങ്ങൾക്ക് ടോപ്പിങ്സ് എന്ത് ഇഷ്ടമുള്ളത് അതൊക്കെ എടുക്കാം, അതൊന്നും പ്രശ്നമല്ല. ഇത് ഒരു നോസ്റ്റാൾജിക് പിസ്സയാണ്. ഇത് ചെറുപ്പത്തിൽ ഞങ്ങൾ കഴിച്ച് വന്നിരുന്ന പിസ്സയാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇട്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഇത് ചെയ്തെടുത്തതാണ്.
അപ്പോൾ കുറച്ച് ബീറ്റ്റൂട്ടും എടുത്തിട്ടുണ്ട്. ബീറ്റ്റൂട്ടും നന്നായിട്ട് ഇതിങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ എടുത്തെടുക്കാം. ഇനി നമ്മൾ ഒരു പാൻ എടുക്കാം. പിസ്സ ബേസ് ഉണ്ടാക്കിയ ആ സെയിം പാനിൽ തന്നെ ആ സെയിം ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പാനിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശരിയാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പിസ്സ ബേസ് വെച്ച് കൊടുക്കാം. പിസ്സ ബേസ് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു സ്പൂൺ കൊണ്ട് എല്ലായിടത്തും ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ടൂണാൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ടൂണ മസാല ഉണ്ടാക്കിയത് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടോപ്പിങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലയും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ടിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ബീറ്റ്റൂട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ടോപ്പിങ്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പിന്നെ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലൂടെ നന്നായിട്ട് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ടോപ്പിങ്സ് ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ആവശ്യമനുസരിച്ചിട്ട് മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നിങ്ങൾക്ക് എത്ര ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. മുകളിലൂടെ കുറച്ച് ഒരിഗാനോ ഇട്ട് കൊടുക്കാം. ഒരിഗാനോ ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും ഓപ്ഷണലാണ്, ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മളെ പിസ്സ അവിടെ ടോപ്പിങ്സും ചീസൊക്കെ ഇട്ടായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നു. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റഡ് ഓവനിൽ വെച്ചിട്ട് നമുക്കിത് ശരിയാക്കി എടുക്കാം. ഗ്യാസിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഇത് ഗ്യാസ് നന്നായിട്ട് ലോ ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിത് ചീസൊക്കെ മെൽറ്റ് ആവണ വരെ, ബേസൊക്കെ ഒന്ന് ക്രിസ്പി ആവണ വരെ നമുക്കിത് ശരിയാക്കിയെടുക്കാം. അങ്ങനെ അതാ നമ്മൾ അടിപൊളി ചീസി ടൂണ പിസ്സ റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. കുറച്ച് വെറൈറ്റി ഒക്കെയാണ്, നല്ല ഡിഫറെൻ്റാണ്. ഇപ്പോൾ ടൂണിൻ്റെ പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം പിസ്സ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല സിമ്പിളാണ്, നല്ല ചീസിയാണ്. ഇത് നോക്ക്, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. നല്ല ചൂടോടുക്കനെ തന്നെ കഴിച്ച് എൻജോയ് ചെയ്യാം. നല്ല ചീസി ടേസ്റ്റി ടൂണ പിസ്സ റെഡിയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, നല്ല അടിപൊളി ഒരു ചീസി പിസ്സയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.